പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളൊന്നും ആക്രമിച്ചില്ല. പക്ഷേ പാകിസ്ഥാൻ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചത് ശ്രീനഗർ വിമാനത്താവളമാണ്. ആ ആക്രമണത്തിന് വന്ന 3 ജെറ്റ് വിമാനങ്ങളാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. അതിർത്തി കടന്ന് പാകിസ്ഥാൻ പറക്കാൻ തുടങ്ങി എന്നാൽ അതിനർത്ഥം അവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയോ സർക്കാർ സംവിധാനങ്ങളെയോ ആക്രമിക്കാതെ കിറുകൃത്യം ലക്ഷ്യമാണ് ഇന്ത്യ ഭേദിച്ചത്. 6 സ്ഥലങ്ങളിലെ 9 കേന്ദ്രങ്ങളും ഭീകരരുടെ ആസ്ഥാനങ്ങളും പരിശീലന സ്ഥലങ്ങളുമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെ സർക്കാർ അറിഞ്ഞു പ്രവർത്തിപ്പിക്കുന്നവയാണ് അതെല്ലാം. രാജ്യാന്തര മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതെന്നാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് നോട്ടം എന്ന നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കിയിരുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ വൻതോതിലുള്ള മിലിറ്ററി ഡ്രിൽ നടത്തുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരുന്നത്. നേരത്തെ നിശ്ചയിച്ച പതിവ് ട്രെയിനിങ് എന്നാണ് എയർഫോഴ്സ് ഇതിനെ വിശദീകരിച്ചത്. യുദ്ധവിമാനങ്ങളുടെ വലിയ നിരയാണ് ഈ പരിശീലന പറക്കലിൽ അസാധാരണമായി ചേർന്നത്. ഈ പരിശീലന പറക്കൽ പൊടുന്നനെ ആക്രമണമാക്കി മാറ്റുകയായിരുന്നു നമ്മുടെ സൈന്യം.